ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരു പുതിയ സീരീസ് ആയിട്ടാണ്. AI ഡിവിഷൻ മാച്ചില്ലേ, AI ഫുട്ബോൾ ലീഗ്. അത് നമുക്ക് AI കൊണ്ട് തന്നെ അടിച്ചിട്ട് ഡിവിഷൻ 1 എത്തുക നോക്കുന്നതാണ്. ഞാനൊന്നും നോക്കിയില്ല, സ്ക്വാഡ് ഫുള്ളും AI സെലക്ട് ആക്കും, ഫോർമേഷൻ AI സെലക്ട് ആക്കും, എല്ലാം AI സെലക്ട് ആക്കിയിട്ട് AI കൺട്രോളിൽ തന്നെ മാച്ച് കളിച്ചിട്ട്, ഞാൻ കളിക്കില്ല, AI കൺട്രോളിൽ ഉണക്കി വെച്ചിട്ട് നമുക്ക് ഡിവിഷൻ 1 എത്താൻ കഴിയുമോ നോക്കാം. ഞാനത് AI ലീഗ് ഞാൻ കളിക്കില്ല, ഇപ്പോൾ കുറച്ച് കളിച്ചിട്ട് ഇത്രയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനിയൊരു വിന്നായെങ്കിൽ നമുക്ക് അടുത്തൊരു ഡിവിഷൻ 7ലേക്ക് എത്തും, ഇപ്പോൾ ഡിവിഷൻ 8ലുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ ഇന്നലെ കളിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, നമുക്ക് ഇങ്ങനത്തെ ഒരു സീരീസ് തുടങ്ങിയെങ്കിൽ ഡിവിഷൻ 1 വരെ ഫുള്ള് AI കൊണ്ട് തന്നെ. ഞാൻ നോക്കിയല്ല, ഞാൻ ചെയ്ത സബ്ബെല്ലാം ഞാൻ മാറ്റും. ലൈക്ക് ഏതെങ്കിലും പ്ലെയർ ഫോം അതാ ബസ്റ്റോണി ഫോം ഔട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ബസ്റ്റോണി ഫോം ഔട്ടെങ്കിൽ അങ്ങനെ സബ്ബെല്ലാം ഞാൻ മാറ്റും. മാനേജർ ഞാൻ ഫാബ്രിക്കാസ് യൂസ് ആക്കിയിട്ടുള്ളത്. പ്ലേയേഴ്സ് ഫോർലാൻഡ്, ലെഫ്റ്റ് വിങ്ങിൽ റൗള്, റൈറ്റ് വിങ്ങിൽ കഗവ, AMF നഗത്ത, DMF ബെക്കംബോർ, ഗുട്ടി, CMF ഗുട്ടി, ഓറിലാരിലുള്ള പ്ലെയർ ടു വാച്ച് റൈറ്റ് ബാക്ക് ട്രെൻഡ് അലക്സാണ്ടർ. ഓക്കെ ഓക്കെ, അതിലെല്ലാം കുഴപ്പമില്ല. ബാ, ഞാൻ എല്ലാം കളിക്കുന്നത് പോയിട്ട് നിങ്ങൾക്ക് എന്നെ പറയണ്ടല്ലോ. എനിവേസ് നമുക്ക് നോക്കാം. സ്കിപ്പോ നടക്കുന്നില്ല, എല്ലാം നമുക്ക് ഒരു റിയൽ മാച്ച് കാണുന്ന പോലെ തന്നെ ഒരു ഫീൽഡ് കാണാം. തോമസ് കുർപ്പിന് ഡോട്ട്മുണ്ടിൽ ഇങ്ങനെ ട്രെൻഡ് അലക്സാണ്ടർ കൊണ്ട് ഓരോ റാൻഡമായിട്ട് തന്നെ ടീമാക്കുന്നില്ല. ഓക്കെ, അണ്ടർസ്റ്റാൻഡബിൾ. ടിഫോ, ഈ ഫുട്ബോളിൻ്റെ ടിഫോ പ്ലേസിൽ വന്ന് ലൈനാക്കി വീഡിയോ ക്യാമറമാൻ ഇരുത്തല്ലോ, കൈ കൊടുക്കുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഉണ്ടല്ലോ റിയൽ ലൈഫിൽ മാച്ച് കൊടുക്കുന്നതൊക്കെ. പ്ലേസിലെ വാമ്പാക്കുന്നുണ്ട്. തുടങ്ങിയിരിക്കും എത്ര സമയം ഇങ്ങനെ ഇതായി കൽപ്പിക്കുന്നത്. ഓർക്കുമുട്ട്. ഓക്കെ, ഇതാരെ എവേ ഗെയിം, ഇതെൻ്റെ സ്റ്റേഡിയം അല്ല, ഓർ സ്റ്റേഡിയം. എവേ മാച്ച്. ആൻഡ്രൂ റോബർട്ട്സ്, റാഫിഞ്ഞ, കുട്ടി ബോൾ വിന്നാക്കി, തുറാമ്, നക്കത്ത, തച്കി, റൗളിന് പാസ്സാക്കി, റൗൾ റോബർട്ട്സാണ്, നക്കത്ത, കുട്ടി CMF അല്ലേ, കുട്ടി ബോൾ മിസ്സാക്കി നായകത്ത്. സാമുൽ റിച്ചി AC മിലാനത്തെ, അതെന്താ ചെയ്തോ 3-അടിച്ചാവുന്നാകെ. ബെല്ലറ്റി വേഴ്സസ് റാഫിഞ്ഞ പോയി. തുറാമ് എന്താ കാക്കിയിട്ട് എടുക്കും മോനെ ബോൾ, അത് പിന്നെ അടച്ചായി. നിങ്ങൾ കാണുന്നില്ല അടച്ചാതെ, ഞാൻ തൊടുന്നില്ല സ്ക്രീന്. ഓഫ് സൈഡ്, ഞാൻ ഹൻസി ഫ്ലിക്ക് ഓഫ് സൈഡ് റെപ്പിട്ട്. ഞാൻ കളിക്കുന്ന പ്ലേസ്റ്റേക്ക് പൊസിഷൻ കേൾക്കുമ്പോൾ പൊസിഷൻ നോക്കി പ്ലേയേഴ്സ് ഇങ്ങനെ പാസ്സാക്കി വെച്ചൊക്കെ ടിക്കറ്റൊക്കെ കളിക്കാൻ എടുക്കരിക്കും എത്ര സമയം. മുഹമ്മദ് സലാ, കിലിയൻ എംബാപ്പെ ഗോളടിച്ച് മയിരി. 12-13 മിനിറ്റിൽ എംബാപ്പെ ഗോൾ. സെലിബ്രേഷൻ സ്കിപ്പാക്കണം. എൻ്റെ ഫസ്റ്റ് കുറച്ച് പൈസ സ്കിപ്പാക്കാം. ആ ബെല്ലറ്റി എന്ത് കളിച്ച, ബെല്ലറ്റിൻ്റെ ഫ്രീ കിക്ക് നേരെ പോയിട്ട് സലാക്ക് നല്ല ഫിനിഷ് ആയി. കംബാക്ക് വാ, ഇനി കംബാക്ക് അടിക്കാം. ആദ്യമായിരിക്കും എത്ര സമയത്ത് തന്നെ കാണിച്ചു കൊടുക്കുന്നത്. സ്കിപ്പൊക്കെ പോട്ട്. നെക്സ്റ്റ് ഇനി കംബാക്ക്. ടോണി ആഡംസ് ഡിഫൻസിലുള്ള. ടോണി ആഡംസിന് സ്പീഡില്ല. ഈ ഫുട്ബോൾ ലീഗിൻ്റെ വെട്ടി അപ്ഡേറ്റ് കാരണം സ്പീഡിലെത്ത പ്ലേയേഴ്സ് ഡിഫൻഡർ ഇട്ടെങ്കിൽ ഡിഫൻസ് ചത്ത്. റോബോട്ട്സിന് ഫ്രീ കിട്ടിയ എഡ്ജ് ക്രോസിങ് ഉണ്ട്, നല്ല സ്പീഡ് കൂട്ടി നേരത്തെ കൊടുക്കുമനെ സ്കില്ല് ചെയ്യപ്പാ. നക്കത്ത, റോബോട്ട്സിന് ഫോർലൈൻ എന്താക്കി, ഫോർ മിസ്സാക്കിയിട്ട കഗവ ഇത് നക്കാത്ത പോയി. മോനെ ജസ്റ്റിസ്. നക്കറ്റാക്കി കഗവ അടിച്ചി ഗോൾ തന്നെ. കംബാക്ക് സിമ്പിൾ മാൻ.
ഓരോരുത്തർ 13 നമ്മൾ 23 10 മിനിറ്റിൽ കംബാക്ക്. അത്രേ ഉള്ളൂ. ഇതറിയും ഡോട്ട്മുണ്ട് എല്ലാം നമുക്ക് അത്രേ ഉള്ളൂ. പുഷ്പം പോലെ നമുക്കൊരു മയിലുമില്ല ഡോട്ട്മുണ്ട്. നെക്സ്റ്റ് മതി സ്കിപ്പ്. സ്കിപ്പ്. ഇനി ആരടിക്കും? സാമുൽ റിച്ചി ടു സല. അർണോൾഡിലല്ലോ പ്ലെയർ ടു വാച്ച് എന്ന് പറഞ്ഞത്. ലയണൽ മെസ്സി നക്കാത്ത ഗോൾ വിന്നാക്കി റൗള്. ഫേക്കി നക്കാത്ത കഗാവ ഗോൾ സ്കോറർ കഗാവ ഗോൾ മിസ്സാക്കി. നായകത്തിന് അത്ര സിമ്പിൾ പാസ് മിസ്സാക്കുന്നത്. അത് പോയി. അടുത്ത ഗോൾ നക്കാത്ത പിന്നെ ഗോൾ എടുത്ത് നക്കാത്ത പിന്നെ ഗോൾ മിസ്സാക്കി. പിന്നാരി ഫോർലെ എടുക്ക് മോനെ വാൻഡേക്ക് ഒരു ഡിഫൻസ്. സാമുൽ റിച്ചി സിവിലെന്താ ചെറിയൊക്കെ ടീം പൊളിക്കുന്നത്. നല്ല മോശമില്ല, നല്ല കളിയല്ല, ഒട്ടുകളിയല്ല, പൊട്ടൻഷ്യലുണ്ട്. എന്ത് ഓറിട്ടാട്ടുന്നുണ്ട്. ബോള് വിന്നാക്കിടൂ. കഞ്ഞ ഡിഫൻസ്. സെക്കൻഡ് സീപ്പ് കഞ്ഞ കമാനൊക്കെ ഉണ്ടായില്ല. ഇത്രയും കണ്ടിട്ട് ലയണൽ മെസ്സി എടുക്ക് മന ബോള്. നക്കാത്ത ബോൾ വിന്നാക്കി കകാവ കൊടുത്ത് പാസ്. ബെല്ലറ്റി കുട്ടി ടു റൗൾ. എന്താക്കുന്ന ഫുണ്ട് ഇവിടെ പോകുന്നത്. അക്കാഞ്ഞി ടു റോബോട്ട്സൺ ടു റഫിഞ്ഞ ആയിരിക്കും കൊടുക്കും. റഫിഞ്ഞ തൂക്കി എംബാപ്പെ ഡിഫൻഡ് ക്ലിയർ ആക്കി. എല്ലാം ഓഫ് സൈഡ്. എംബാപ്പെ ഓഫ് സൈഡ് ആചാരനാക്കി കളിക്കറിയാം. ഓഫ് സൈഡ് തന്നെ ഉൾട്ട്. വിത്തർ ഭയ ഇതെന്ത് 45-2 ആയല്ലോ. നിർത്താത്തെന്താ? ഓർഗോളടിക്കോളൂ. നിർത്തിയാലേ നിർത്തി. നമ്മുടെ ഉണ്ടാകുമ്പോൾ നിർത്തി. ഒരു കുറച്ചിലാക്കി നിർത്തിയിട്ട അടിച്ചുവിട്ടു. സ്ക്രിപ്റ്റ് ഇത്ര പൊസിഷൻ 58-42. ഒരു പൊസിഷൻ ഷോട്ട് ആകുമ്പോൾ 2 ടാർഗറ്റ് 2 ഫൗൾ 2 ഓഫ് സൈഡ് 2 ഓർക്ക്. കോർണർ കിക്ക് ആർക്കും ഇല്ല. ഫ്രീ കിക്ക് 2 നമുക്ക്. 30 പാസ് 46 പാസ്. സക്സസ്ഫുൾ പാസ് 24-41. അതിൻ്റെ ഇരട്ടി പാസ് ഉണ്ട്. ഡോമിനേറ്റ് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് നമ്മൾ ബാക്ക്. കമോൺ 1-1 വാശിയേറിയ പോരാട്ടം. ഫോർ ലൈൻ ടു കുട്ടി. പോലീസായിട്ട് ഞാൻ പോലീസായി തെറികൾ കഴിഞ്ഞപ്പോൾ ഏത് പാസരമാണ് അത് കൈക്കിട്ടെടുത്ത് നക്കത്ത. ഹെഡെടുത്ത ആരുമില്ല വിപ്പിയിൽ. 4 ലൈനൊന്നും ഹെഡില്ല. സെൻട്രൽ ഫോർവേഡിന് ഹെഡില്ല. പിന്നെ വേറെ ഹെഡ് ഇടുന്നത് സെൻട്രൽ ബാക്കാ. തുറാൻ ഇട്ടിട്ട് തൂറാമല എപ്പോൾ തന്നെ ഓൾ മുമ്പിലേക്ക് ഇട്ടിടാൻ കോർണറിൽ ഇടണം. റെഡി മഫാരി ബെക്കംബോറല്ലേ. ബെക്കംബോർ ഇട്ടിടും. കോർണറിൽ ഇട്ടെങ്കിൽ ബെക്കംബോറിനെ ഇട്ടിട്ടില്ല. ടാക്കയില്ല. ഈ അടിച്ചിട്ട് ആരടിച്ചേ? നക്കത്തിന്റെ പൂറ്റമൃതത്തിൽ ഇട്ടിട്ടത് കേടുന്നോ വെച്ച ഈ ഒരു ഷോട്ട്. ഞാൻ ടിക്കറ്റാക്കാക്ക് പാസ് എടുക്കാൻ നോക്കുന്നുണ്ട്. സെലിബ്രേഷൻ പോയി എടുത്ത് പാസ് എടുക്കുന്ന വിചാരിച്ചത്. ഷോട്ട് ടോപ്പ് കോർണർ ബോട്ടം കോർണറിലേക്ക്. ടോപ്പ് കോർണറാ. 2-1. കോമ്പാക്ട് ഇസ് കംപ്ലീറ്റ്. 60 മിനിറ്റ് 2 ഗോൾ. നെവർ സ്കോർ ഫസ്റ്റ് അഗെയിൻസ്റ്റ് മാഡ്രിഡ്. അതൊന്നും പഠിച്ചിട്ട് ഇതുവരാരും പുള്ളമാർ. അർണോൾഡ്, ടോണി ആഡംസ്, റൗൾ, നക്കറ്റ, ഫോർ ലൈൻ റൗൾ. പാസ് പോളം ഉണ്ട്.
പായ അടിച്ചവളെ അപ്പൻ്റെ പാസ് കൊടുക്കണം. എന്തെങ്കിലും പാസ് കൊടുക്കണം. പ്രൊഫഷണൽ പ്ലേയേഴ്സ് അല്ലേ. ഷിഞ്ചി കക്കവ പ്ലെയറിൻ്റെ അണ്ണാക്കിൽ കട ഔട്ട് ചുട്ടിട്ട് പോകുന്നത്. കൊടു പാസ് ഇഷ് പൊക്കി കൊടുക്ക. 4 ലൈൻ. നൈസ് പാസ്. അത് എടുക്കാനുള്ള സ്പീഡില്ല എനിക്ക്. രാഹുൽ ഭയങ്കര സ്ലോ. സല നോ വറീസ്. ലീഡ് കളിയാണ്ടെന്നാൽ മതി. 70 മിനിറ്റ് 24 മിനിറ്റ്സ് ടു പോകും. ഓരോ ഹോമിൽ കളി. ഏവേ മാച്ച് ജയിച്ച് പിന്നെ എതിർത്ത് വേണ്ട. റഫീഞ്ഞ സ്റ്റെപ്പ് ഓവർ എംബാപ്പെ ക്ലിയർഡ് ബൈ ടോണി ആഡംസ്. നൈസ് വൺ. എന്തായാലും ലയണൽ പെസി പെനാൽറ്റി അടിക്കാൻ മാത്രം കൂടെ അടിക്കുന്നത്. വിർഗിൽ വാൻഡൈക്കിന് ചന്തി ഉദിച്ചിട്ടുള്ള ഡാൻസ് ഉണ്ടിരുന്നു. വീഡിയോ അല്ല, മറ്റേ ഏത് മാച്ചിലും ഇപ്പോൾ ഏതോ ഒരു മാച്ചിൽ ചെൽസിയിലൊക്കെ മാച്ചിൽ ഷോട്ടൊക്കെ പോലത്തെ കുഞ്ഞ് ചന്തി ഉദിച്ചിട്ടുണ്ടായിട്ട് അതിൻ്റെ വീഡിയോയ്ക്ക് തരും. നല്ല വെച്ചിട്ട് ലാപ്പ് ഡാൻസൊക്കെ കാണാൻ വെച്ചിട്ട്. ഇന്നലെ UCL ഇതാക്കിയല്ലോ, ബാസ്കറ്റ് ബോൾ ഡങ്ക് ഇടുന്നൊക്കെ ബോൾ കൈ കൊടുക്കുന്നുണ്ട്. റെഡ് കാർഡ് ഫോളല്ല അത്. പെനാൾട്ടി കൊടുത്തിട്ട് എന്ത് കാര്യം? റെഡ് കാർഡ് ഒന്നും കൊടുക്കണ്ടേ? അതല്ല, ക്ലിയർ റെഡാണ്. അറിഞ്ഞുകൊണ്ട് ടച്ചാക്കിയിട്ട് ലിവർപൂൾ ആഗ്രഹിക്കുന്ന റയലിൻ്റെ ഒക്കെ തോന്നുന്നു. റയൽ മാഡ്രിഡിന് എന്തായി പോയ വെട്ടിയെ ഈ സീസണിൽ ജയിക്കേണ്ട റിവെഞ്ച് എടുക്കേണ്ട കളി കഴിഞ്ഞ സീസണത്തെ അതുകൊണ്ടിട്ട് തോറ്റി. പേടി അത് 3 കളി ഡ്രോപ്പാക്കി. ഇന്നലെ 4-3 ജയിച്ചു. ഡിഫൻസ് എന്തോ ഒട്ടേന്നറിയോ, ചായൻ്റെ ഒറ്റ ഡിഫൻസ്. എൻ്റെ സാബിൻ്റെ സബ്ബക്ക് എന്താക്കിയത് എന്തോ ആകെ ഉണ്ടായ ഒരു പ്രോപ്പർ CB. ആ CBനെ സബ് പിടിച്ച് ബ്രാഹിമിനെ ടീം ഔട്ട് സൈഡാ. അതെന്താക്കി ഇതുവരെ മനസ്സിലായില്ല. നമ്മളൊരു പ്രോപ്പർ CB അസൻസിയോ മാത്രം ഉണ്ടായത്. അസൻസിയോന് സബ്ബാക്കിയിട്ട് ബ്രാഹിമിനെ ഇട്ടെന്ത്. അസൻസിയോൻ്റെ ആരോ ഗ്രാൻഡ് ഫാദർ ആരോ മരിച്ചിട്ട് കളിക്കാൻ വന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ മേ ബി ദാറ്റ്സ് വൈ. ഐ ഡോണ്ട് നോ. കളി കഴിഞ്ഞ് ഫ്രാൻസിസ് ബെക്കൻബൗർ 1-2 ആഘോഷം. പ്രൊമോഷൻ കിട്ടിയല്ലേ, ആഘോഷിക്കട്ടെ പിള്ളമാരല്ലോ. ലൈക്ക് ക്രൂഷ്യൽ മൂമെന്റ്. നമ്മൾ 4 ഗോളിന് ലീഡ് ഉണ്ട്. 4-2 അല്ല 2 ഗോളിന് ലീഡ് ഉണ്ട്. 4-2. ആ സമയത്ത് നമ്മൾ ഡിഫൻസ് സ്ട്രോങ് ആക്കാനുണ്ട് നോക്കൂ. ആ സമയത്ത് സാബി എന്തിന് അസൻസിയോനെ പുറത്തിട്ട് ബ്രാഹിമിനിട്ട് അത് ഒരേ ഒരു പ്രോപ്പർ CB അസൻസിയോനെ പുറത്തിട്ട് നമ്മുടെ ഡിഫൻസ് വരുന്നത് ഭയങ്കര ഫ്ലോപ്പ് ഡിഫൻസാണ്. ഏരിയൽ ബോൾ ടൈമിൽ ചത്ത് വരുത്തനില്ല നോക്കാൻ. എന്ത് സെൽഫിൽ എടുക്കുന്നത് അതുകൊണ്ട് അത് വരെ നേരെ ജയിച്ചില്ലേ. ഞാൻ തോക്കുമെന്ന് തോന്നുന്നു, അല്ല ഡ്രോ ആവാൻ തോന്നുന്നു. എന്താ ജയിച്ചത് മതി. കിലിയാൻ 4 ഗോള്. ഈ കളി ജയിച്ചിരിക്കുന്നു. അങ്ങനെ ഡിവിഷൻ 7ലേക്ക് പ്രൊമോട്ടായി. അടുത്ത വീഡിയോ ഉടനെ വരാം. നമുക്ക് പിന്നെ ഫുള്ള് മാച്ചസ് എന്ന് കളിച്ചിട്ട് നമുക്ക് എത്തോ നോക്കണം. ഇതിപ്പോൾ എത്ര വേണ്ടേ. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.